ഇപ്പോൾ ലാലേട്ടനെ പോലൊരു ബിഗ് സ്റ്റാർ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നൊരു ഫാൻ ബേസ് ഉണ്ട്. ഞാൻ പേഴ്സണലി റീമേക്സിൻ്റെ ഒരു ഫാൻ അല്ല. ഇപ്പോഴും ആൻ്റണി വരുമ്പോൾ അവർ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് അത് നമുക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്. ലൂസിഫർ വലംകൈ എന്ന് പറയുന്ന ഓൺലൈനാണ് സത്യത്തിൽ ഈ ലൂസിഫർ ഫ്രാഞ്ചൈസായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ദിസ് വാസ് പ്ലാൻഡ് ആസ് എ ട്രിലജി. അപ്പോൾ ഇത് കൺസീവ് ചെയ്യപ്പെട്ടത് ഒരു ട്രിലജി ആയിട്ടാണ്. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലൊരു സിനിമയ്ക്കോ ഈ അടുത്ത കാലത്തോ പോലൊരു സിനിമയോ എഴുതാനിരിക്കുന്ന ആളല്ല കമാരസംഭവം എഴുതുമ്പോഴോ അല്ലെങ്കിൽ ടിയാൻ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ലൂസിഫർ ഫ്രാഞ്ചൈസ് എഴുതുമ്പോഴോ ഇരിക്കുന്ന ആൾ. എൻ്റെ എയിം ഹാസ് ഓൾവേസ് ബീൻ ടു ഡു ഫിലിംസ് ദാറ്റ് ഹിറ്റ് ദ മെയിൻ സ്ട്രീം. ലൂസിഫർ ഈസ് സംതിങ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ഓഫ് us എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ എല്ലിൻ്റെ ഒരു റെഫറൻസസ് ഇടയ്ക്ക് വരുന്നൊരു രീതി ഇൻകോർപ്പറേറ്റഡ് ആണത്. എമ്പുരാൻ എന്ന് പറഞ്ഞൊരു മിഡ് പീസ് ആയിരുന്നു. കോണ്ടന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള സൈസേ ഒരു സിനിമയ്ക്ക് പാടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീസൺ റീമേക്ക് ചെയ്യണമെന്ന ആഗ്രഹം പറയുന്നതിന് പിന്നിൽ സീസൺ എന്ന് പറയുന്ന സിനിമയോട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ജോസഫ് സ്റ്റാലിൻ ടാർസൻ ഫിലിംസിൻ്റെ ഫാനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ സിനിമ കണ്ടിട്ടാണോ ഈ വയലൻസ് കാണിച്ചിരിക്കുന്നത്? ഭയം വന്നാൽ ആ മൊമെൻറ്റിൽ തീരുന്നൊരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി. അങ്ങനെ ഒരു അജണ്ട ഇല്ല. എൻ്റെ അച്ഛൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറാണ്. എംപുരാനേ Indian actor, screenwriter, playback singer, lyricist, journalist, author and music composer Sri Murali Gopi. ഗുഡ് ഈവനിങ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരികയാണെങ്കിൽ പൊളിറ്റിക്കൽ ലെയേർഡായിട്ടുള്ള സിനിമകൾ, ഇപ്പം കമാരസംഭവം, തീർപ്പ്, ലൂസിഫർ, എമ്പുരാൻ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഈ അടുത്ത കാലത്താണെങ്കിലുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കമാരസംഭവത്തിൻ്റെ കുറച്ചുകൂടി ഒരു സട്ടയറിക്കൽ അല്ലെ സ്പൂഫ് സ്വഭാവത്തിലേക്ക് കമാരസംഭവം വന്നു. അതിൻ്റെ തന്നെ മറ്റൊരടലുള്ള മറ്റ് ആന്തരികാർത്ഥക്കുള്ള സിനിമയായിട്ട് തന്നെ ലൂസിഫറിന് തോന്നാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന എഴുത്തിൽ ഒരേ സമയം തന്നെ തിയേറ്ററിൻ്റെ ഒരു മാസ് യൂഫോറിയ ക്രിയേറ്റ് ചെയ്യണം, അതേസമയം തന്നെ അതിൻ്റെ ഉള്ളടക്കത്തിനോട് ഏറ്റവും സത്യസന്ധത പുലർത്തണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. എഴുത്തിനെ കുറിച്ചാണ് ചോദിക്കാറുണ്ട്. ഒരു സ്ക്രീൻ റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ വ്യക്തിപരമായിട്ട് മുരളി ഗോപി മുന്നോട്ട് വെക്കുന്ന ഒരു ഫിലോസഫി, ഒരു മോഡൽ, ഒരു റൈറ്റിംഗ് പാറ്റേൺ, അതെന്താണ്? ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ അത് മറ്റേതൊരു പ്രക്രിയയും പോലെ തന്നെയാണ്. ഒരു കഥ എഴുതുന്ന പോലെ തന്നെയാണ് ഒരു സ്ക്രീൻ പ്ലേയും. നമുക്കതൊരു മാസ് അപ്പീലിന് വേണ്ടി എന്തെങ്കിലും ചേരുവകൾ പ്രത്യേകം ചേർക്കാമെന്നോ അല്ലെങ്കിൽ രസച്ചരട് മുറിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യണമെന്നോ ഒരു പൂർവ്വകൽപ്പിതമായിട്ട് ഒരു മെഡിറ്റേറ്റഡ് രീതിയിൽ ഒരിക്കലും ഒരു റൈറ്റിങ്ങിന്, ഏത് റൈറ്റിംഗ് ആയാലും ശരി, അതിനെ സമീപിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പോണ്ടേനിറ്റി, പ്രിപ്പയർഡ് സ്പോണ്ടേനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ മാത്രമേ സ്ക്രീൻ പ്ലേസിനെയോ അല്ലെങ്കിൽ ഏതൊരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഏത് മേഖലയിൽപ്പെട്ട റൈറ്റിംഗ് ആണെങ്കിലും അങ്ങനെ സമീപിക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ സമീപിച്ചുള്ളൂ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ P.A. ബക്കർ, T.V. ചന്ദ്രൻ അടങ്ങുന്ന ഒരുപാട് ആളുകളുടെ സമാന്തര സ്വഭാവമുള്ള അതിൻ്റെ രാഷ്ട്രീയം, വളരെ തീക്ഷ്ണമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകളുണ്ടായിരുന്നു. T. ദാമോദരൻ മുതൽ രഞ്ജി പണിക്കർ വരെയുള്ളവരുടെ ഒരു പോപ്പുലർ ഫോമാറ്റിൽ ഒരു സിസ്റ്റം വേഴ്സസ് കോമൺ മാൻ എന്നോ അല്ലെങ്കിൽ ഒരു ഈ സിസ്റ്റത്തിനെതിരെ പൊരുതുന്ന സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലൂസിഫറിലേക്കോ കമാരസംഭവത്തിലേക്കോ എമ്പുരാനിലേക്കോ ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആ പാറ്റേണിൻ്റെ തുടർച്ചയല്ല വന്നിരിക്കുന്നത്. ഒരു ജനപ്രിയ സിനിമയുടെ ഫോർമാറ്റുകളകത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഖുറേഷി അബ്രഹാമിലേക്കും സ്റ്റീഫനിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അതിസാധാരണക്കാരൻ, നമ്മൾ അണ്ടർഡോഗ് ടു മാസ് ഹീറോ എന്നൊക്കെ പറയുന്ന ഒരു ഫോർമാറ്റിന് പകരം ഒരു ആൻറ്റി ഹീറോ എലമെൻ്റ് കൂടി നിൽക്കുന്ന ഒരു പ്രതിനായകത്വമുള്ള നായകൻ. അയാൾക്ക് ചിലപ്പോൾ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ എൻ്റയർ സിസ്റ്റത്തെ കൈപ്പിടിയിലാക്കാൻ പറ്റും, കീഴ്പ്പെടുത്താൻ പറ്റും, ഭയപ്പെടുത്താൻ പറ്റും എന്നുള്ളത് അതൊരു ഫോമാറ്റിന് പുറത്താണ്. നായകൻ പ്രതിനായകൻ എന്നുള്ള ഒരു ദ്വന്ദ്വത്തെ ഒരേ സമയം പൊളിക്കുന്നുണ്ട്, പുതുക്കി പണിയുന്നുണ്ട്, പണിയാനുള്ള ശ്രമമുണ്ട്. നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ല അവിടെ അപ്ലൈ ചെയ്യുന്നത്. എഴുത്തിൽ അത് ഏത് തരത്തിൽ എളുപ്പമാണ്, സാഹസികമാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല നമ്മുടെ ചുറ്റും കാണുന്ന ലോകം, മനുഷ്യർ. അപ്പം ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിനെ എപ്പോഴും സമീപിക്കുക ഗ്രേ ഷെയ്ഡ്സിൽ
അതിനെ വരയ്ക്കലിലൂടെയാണ്. ഗ്രേയുടെ പല ഷെയ്ഡ്സിലും പല ഹ്യൂസിലും മാത്രമേ ക്യാരക്ടേഴ്സിനെ വരയ്ക്കാൻ പറ്റൂ. രസച്ചരടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രസച്ചരട് മുറിഞ്ഞു പോകാതെ ഒരു കോണ്ടന്റ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമുണ്ട് എനിക്ക്. അത് മാത്രമേ ഒരു ശ്രമം എന്നുള്ള നിലയിൽ പറയാൻ പറ്റൂ. ക്യാരക്ടേഴ്സിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഡ്രോയിങ് മൈ ക്യാരക്ടേഴ്സ് ഇൻ പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഐ സീ all the characters around me, including myself, as grey people with grey shades. So that is the kind of characters that I write as well. ഈ ഓരോ റൈറ്ററോട്, ക്രിയേറ്ററോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുണ്ടാക്കിയ സിനിമകളുടെ സൃഷ്ടാക്കളോടൊക്കെ പറയുന്ന സമയത്ത് ഇവരെവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. മുരളി ഗോപി ജേർണലിസ്റ്റാണ്, അതിനുശേഷം തിരക്കഥാകൃത്താവുന്നു, അഭിനേതാവുന്നു, ഗായകനാവുന്നു. ഞാൻ അതൊരു അഡീഷണൽ ഇതിലാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ എഴുത്തിൻ്റെ അനുഭവാന്തരീക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ തന്നെ ഒരു R&D സിസ്റ്റം പോലെ നമ്മൾ തന്നെ നടത്തുന്ന ഗവേഷണ പര്യവേഷണ സംഗതികളൊക്കെ ഉണ്ടല്ലോ. ശരിക്ക് ഈ പറഞ്ഞ ഓരോ കമ്മാരൻ നമ്പ്യാർ പോലെ ഒരാളെ, സ്റ്റീഫൻ നെടുമ്പള്ളിയെ, ലെഫ്റ്റ് റൈറ്റിലെ കഥാപാത്രങ്ങളെ, ഇവരെ കണ്ടെടുക്കുന്നത് ഉറപ്പായും നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ പരിസരങ്ങളിൽ തന്നെയായിരിക്കും. പക്ഷെ അതിനപ്പുറത്തൊരു സിനിമാറ്റിക് എലവേഷനോ വേരിയേഷനോ അല്ലെങ്കിൽ മറ്റൊരു അഡാപ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന സ്വഭാവം അതിനകത്തുണ്ടല്ലോ. എങ്ങനെയാണ് എഴുത്തിലേക്ക് ഇവരെത്തുന്നത്, ഇവരെ കൊണ്ടുവരുന്നത് എവിടെ വെച്ചാണ്? ഒരു എഴുത്തുകാരൻ മറ്റേത് കലാകാരനെയും പോലെ അബ്സോർബ് ചെയ്യുന്നൊരു മൈൻഡാണ്. നാച്ചുറലി എനിക്കും അങ്ങനൊരു അബ്സോർബിങ് മൈൻഡുണ്ട്. എന്നതിലുപരി നമുക്ക് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ കയറിയത്, അല്ലെങ്കിൽ എന്ത് റിഫ്ലക്ഷനാണ് നമ്മളിൽ ഇന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയത് എന്ന് പറയുക അസാധ്യമാണ്. നമ്മൾ ഈ അബ്സോർബ് ചെയ്യുന്നതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് തന്നെ. സോ ബിയോണ്ട് ദാറ്റ് എങ്ങനെയാണിത് സാധിക്കുന്നത്, എങ്ങനെയാണ് പ്രോസസ്സ്, ക്യാരക്ടറൈസേഷൻ്റെ പ്രോസസ്സ്, അതിനെക്കുറിച്ചൊരു ഗഹനമായിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടോ ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാപ്പൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു കൈൻഡ് ഓഫ് ക്ലൗഡ് ഫോർമേഷൻസ് ഉണ്ടാവാറുണ്ട് എഴുത്തിന് മുമ്പ്. അപ്പോൾ ഇടിവെട്ടി മഴ പെയ്യുന്നത് പോലൊരു പെയ്ത്താണ് കടലാസിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ലൂസിഫറിൻ്റെ തന്നെ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ലൂസിഫർ എന്നുള്ള ആലോചനകളിൽ മുരളിയേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, 2 ലൂസിഫർ ഉണ്ടായിരുന്നു ഈ ഐഡിയ. ഒന്ന് വലങ്കൈ അല്ലേ, അങ്ങനെ വലങ്കയാണ് ഇപ്പോൾ 2 പാർട്ടായി വന്നിരിക്കുന്നത്. അതിന് മുമ്പ് രാജേഷുമായിട്ട് കൺസീവ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ കൂടി ഉണ്ടായിരുന്നു. എൻ്റെ സ്ക്രീൻ സ്ക്രിബിൾസ് എന്ന് പറഞ്ഞൊരു നോട്ട് പാഡിൽ ഞാൻ എഴുതിയിട്ട് 2 വൺ ലൈൻസ് ആണ്. 2ൻ്റെയും വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയുന്നത് ലൂസിഫർ ആയിരുന്നു. അതിൻ്റെ ഒന്നിൻ്റെ പേര് ലൂസിഫർ ബഹ്രൂബി എന്നായിരുന്നു, രണ്ടാമത്തെ ലൂസിഫർ വലംകൈ. ഈ ലൂസിഫർ വലംകൈ എന്ന് പറയുന്ന ഓൺലൈനാണ് സത്യത്തിൽ ഈ ലൂസിഫർ ഫ്രാഞ്ചൈസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ഈ ബഹ്രൂബിക്കും അങ്ങനൊരു എഴുത്തിൻ്റെ സാധ്യതയും സിനിമ തുടർച്ചയ്ക്കുള്ളതാണോ? അത് ഇപ്പോഴും ആൻ്റണി പെരുമ്പാവൂർ കാണുമ്പോഴൊക്കെ പറയാറുണ്ട്, അത് നമുക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്. അതപ്പോൾ ലൂസിഫർ ആവില്ല അപ്പം അല്ലേ? അത് ബഹ്രൂബി വേറൊരു വാക്കായിട്ട് ആയിരിക്കും പ്ലാൻ ചെയ്യുക, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ. ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ളൊരു ആർക്ക് ഉണ്ടാക്കുമല്ലോ. ഞാൻ നേരത്തെ സ്റ്റീഫൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ക്യാരക്ടർ, ഇപ്പം ഒരു ഫ്രാഞ്ചൈസ് ഡിസൈൻ ചെയ്യുമ്പോഴും പാർട്ട് 1 വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഒരു പൂർണ്ണതയിൽ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മളതിൻ്റെ ഫ്രാഞ്ചൈസിൽ ഇപ്പം L3 അത് വരികയാണെങ്കിൽ അവിടേക്ക് കൂടി പൂർണ്ണമാവുന്ന രീതിയിലായിരിക്കുമല്ലോ ആർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദിസ് വാസ് പ്ലാൻഡ് ആസ് എ ട്രിലജി. അപ്പോൾ ഇത് കൺസീവ് ചെയ്യപ്പെട്ടത് ഒരു ട്രിലജി ആയിട്ടാണ്. അതിൻ്റെ ചാപ്റ്റർ 1 ആണ് ലൂസിഫർ, ചാപ്റ്റർ 2 ആണ് എമ്പുരാൻ, ചാപ്റ്റർ 3 ആണ് അതിൻ്റെ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് മുഴുവനുമായിട്ടും 3ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. അതൊരു ആദ്യമധ്യാന്തം ഡ്രമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും, സിൻസ് ഇറ്റ് വാസ് കൺസീവ്ഡ് ആസ് എ ട്രിലജി. ബട്ട് ഇപ്പോൾ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 5 ഇയേഴ്സിന് ശേഷമാണ് ലൂസിഫർ ഇറങ്ങി, 5 ഇയേഴ്സിന് ശേഷം, ബിക്കോസ് ഓഫ് സോ മെനി റീസൺസ്. ഇപ്പോൾ പാൻഡമിക്കിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സ്പീഡ് ആൻഡ് ദ മെത്തേഡ് അറ്റ് വിച്ച് ദ വേൾഡ് ഈസ് ഇവോൾവിങ് അറൗണ്ട് അസ്. അപ്പോൾ അതിനെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആ ഡ്രമാറ്റിക് പ്രോഗ്രഷനെ ഫാഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് അതിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ആദ്യമേ സെറ്റാണ്.
ഈ ഇപ്പം എഴുത്തിൻ്റെ കാര്യത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ലെഫ്റ്റും ഈ അടുത്ത കാലത്ത് ടിയാൻ അടക്കമുള്ള ഓരോ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ തദ്ദേശീയമായിട്ട് നിർത്താൻ ശ്രമിച്ചിട്ടേ ഇല്ല. നമ്മളെപ്പോഴും പറയില്ല, മലയാളത്തിൽ നിന്നൊരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിലുള്ള സിനിമ വരുമ്പം അതിൻ്റെ നമ്മൾ പറയുന്നത് വേൾഡ് സെറ്റപ്പ് ചെയ്യുന്നത് കേരളത്തിനകത്താവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മലബാറിലായിരിക്കാം, തെക്കൻ കേരളത്തിലാവാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ജിയോഗ്രഫി എന്നുള്ള രീതിയിൽ അതെവിടെയാണ് കൺസീവ് ചെയ്യുന്നത്? കാരണം ഞാൻ ഇതുകൂടി പറയാം, ഇപ്പം എമ്പുരാനിലേക്ക് വരുന്ന സമയത്ത് അത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഒരു ഗ്രാൻഡ് നെറേറ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെ അത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്, കാട്ടലിൻ്റെ പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമ മുമ്പ് എക്സ്പ്ലോർ ചെയ്യാത്ത ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ വാർ സോണിലേക്ക്, പോസ്റ്റ് വാർ സിനാരിയോയിലേക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് എവിടെ വരെ എത്താം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്? ചില ആളുകൾ അതൊരു ബ്ലൂ പ്രിന്റിന്റെ പുറത്താണ് എഴുതാന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ മീഡിയയും നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഡ്രോയിങ് റൂംസിൽ ലോകത്തെമ്പാടുമുള്ള സംഭവങ്ങൾ നമ്മുടെ ഡ്രോയിങ് റൂംസിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെ the entire world is with us, constantly traveling with us, constantly even sleeping with us. അപ്പോൾ അങ്ങനെയുള്ളൊരു വേൾഡിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ റീജിയനാലിറ്റിയേക്കാൾ കൂടുതൽ ലാർജർ ട്രൂത്ത്സും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഗ്ലോബൽ ട്രൂത്ത് ആയിരിക്കും, ഒരു നാഷണൽ റിയാലിറ്റി ആയിരിക്കും, അതൊരു സറൗണ്ട് സൗണ്ട് തോട്ട് ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ ലൂസിഫർ എന്നുള്ള തീം കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ടു ഇറ്റ്. അപ്പോൾ നാച്ചുറലി അത് തീമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് എത്രത്തോളം ജോഗ്രഫിക്കലായിട്ടുള്ള പടർപ്പ് അതിന് വേണം എന്നുള്ളത് ഒരു തീമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് പോലൊരു സിനിമയ്ക്കോ ഈ അടുത്ത കാലത്തോ പോലൊരു സിനിമയോ എഴുതാനിരിക്കുന്ന ആളല്ല കമാരസംഭവം എഴുതുമ്പോഴോ, അല്ലെങ്കിൽ ടിയാൻ എഴുതുമ്പോഴോ, അല്ലെങ്കിൽ ലൂസിഫർ ഫ്രാഞ്ചൈസ് എഴുതുമ്പോഴോ ഇരിക്കുന്ന ആൾ. ഈ ആളിൽ തന്നെ ഒരു നടൻ പല കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശം ചെയ്യുന്നത് പോലെ റൈറ്റേഴ്സും ശരിക്ക് അത് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദ പേഴ്സൺ ഹൂ ഇസ് റൈറ്റിംഗ് സേ ഈ അടുത്ത കാലത്ത് ഈസ് നോട്ട് ദ സെയിം പേഴ്സൺ ഹൂ ഇസ് റൈറ്റിംഗ് കമാരസംഭവം, ഹീസ് നോട്ട് ദ സെയിം പേഴ്സൺ ഹൂ ഇസ് റൈറ്റിംഗ് ടിയാൻ. ദർ ഇസ് എ മോഡ് ചേഞ്ച് വിത്തിൻ അസ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ വി ഡോണ്ട് കോൺഷ്യസ്ലി സെലക്ട് ദി ജോഗ്രഫി ഓഫ് അവർ സ്ക്രീൻ പ്ലേ, ഇറ്റ് ഗെറ്റ് സെലക്റ്റഡ് ബൈ ഇറ്റ് സെൽഫ്. എഴുതിയ സിനിമകളിൽ നമ്മളൊരു ഭൂരിപക്ഷം സിനിമകൾ എടുക്കാൻ അവിടെ ഈ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ വർത്തമാനകാല രാഷ്ട്രീയം പശ്ചാത്തലമാവുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരം സിനിമകൾ വരുന്ന സമയത്ത് നടന്നു കഴിഞ്ഞ സംഭവങ്ങളെ ഏതെങ്കിലും തരത്തിലൊരു സിനിമാറ്റിക് സ്വഭാവത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ തീർപ്പിലെ ഒഴിപ്പിക്കലടക്കമുള്ള രംഗങ്ങൾ നോക്കിയാൽ, പ്രിയദർശിനിയുടെ ഈ ED സീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ലൂസിഫറിലെ ഒരു കോർപ്പറേറ്റ് മീഡിയ ബൈ നടക്കുള്ള സീൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുതരം പ്രവചനാത്മകത തോന്നുന്നുള്ളതാണ്. അവിടെ ഞാൻ പറഞ്ഞൊരു ജേർണലിസ്റ്റിക് വ്യൂ പോയിന്റ് കൂടി ഇൻ്റഗ്രേറ്റഡ് ആവുന്നതാണോ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ആശങ്കയുള്ള ഒരു എഴുത്തുകാരൻ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ആവുന്നതാണ്. അത് പിന്നീട് സംഭവിക്കുമ്പോൾ ആളുകൾ ഈ ക്ലിപ്പ് എടുത്തിട്ട് ഇത് നേരത്തെ ലൂസിഫറിൽ കണ്ടിരുന്നല്ലോ, തീർപ്പിൽ ഇങ്ങനെ ഒരു സീൻ, ഇപ്പോൾ ബുൾഡോസർ രാജു വന്ന സമയത്ത് തീർപ്പിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ മഞ്ജു വാര്യരെ ഏജൻസികൾ കൊണ്ടുപോകുന്ന സീൻ വന്ന സമയത്ത് ഇത് നേരത്തെ നമ്മൾ സിനിമയിൽ കണ്ടല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ യഥാർത്ഥ സംഭവത്തെ അധികരിച്ച സിനിമ ആവാറുണ്ട്. സിനിമ ആയതിനു ശേഷം അതിനൊരു പ്രവചനാത്മക സ്വഭാവം വരുന്നു എന്നുള്ളത് എനിക്കൊന്ന് 3-4 സിനിമകളിൽ ശരിക്കും പറയാം. അത് കമാര സംഭവത്തിലാണെങ്കിൽ പോലും ഇതിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ലീഡർ ഫിഗർ ഉണ്ടാക്കിയെടുക്കുന്നു ഉള്ള സംഗതിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ചരിത്രത്തിനെ വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു വായനക്കാരനായാൽ, അതിൽ നിന്ന് നമ്മൾ റിഫ്ലക്റ്റീവായിട്ടൊരു കാര്യം ചെയ്താൽ അതിൽ പ്രവചനാത്മകത വരുന്നത് സ്വാഭാവികമാണ്. ഇതൊരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അല്ല. ആവർത്തന സ്വഭാവം എന്നുള്ളതാണോ? അല്ല, പ്രവചനാത്മകത സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മളറിയാതെ നമ്മളൊരു ഒരു പ്രഡിക്റ്റബിൾ എന്നല്ല, പ്രഡിക്റ്റീവ് നേച്ചർ റൈറ്റിങ്ങിൽ വരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിന് വഴിവയ്ക്കുന്നത്. അല്ലാതെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഐ ആം ഗോയിങ് ടു പ്രഡിക്ട് ദിസ് എന്നൊരു ശാഠ്യത്തിൽ നിന്നല്ല അത് ഉണ്ടാകുന്നത്. നമ്മുടെ പാഷൻ, ഹിസ്റ്ററിയിലുള്ള പാഷൻ, നാച്ചുറലി ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്ന് പറയുമല്ലോ. അഗെയിൻ നമ്മൾ വി ആർ ഫോർസിങ് എ റിപ്പറ്റീഷൻ, ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ
ഇൻ എ വൈൽ എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുകയാണ്, ഉണ്ടാവുന്നതിലൂടെയാണ് ഈ പ്രവചനാത്മകത വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കോൺഷ്യസ് എഫേർട്ടല്ല. പ്രീ പാൻഡമിക് പോസ്റ്റ് പാൻഡമിക് ആണ് L1, 2 ലൂസിഫർ ഇതും വരുന്നത്. ഈ രണ്ട് സിനിമ ഇപ്പം നമുക്കറിയാം, എമ്പുരാൻ എന്ന് പറയുന്നത് അതിൻ്റെ വിവാദം ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് 2025 ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത മലയാള സിനിമകളിലൊന്നായിരുന്നു. ലൂസിഫർ നോക്കിക്കഴിഞ്ഞാലും ഒരു എല്ലാ മലയാളി ഡയസ്പോറിലേക്ക് എത്തുന്ന വിധത്തിൽ അതുവരെയുള്ള മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പറയുന്നത് ഈ സബ്ജക്റ്റ് എക്സ്പേർട്ട് മാസിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് മാസിൻ്റെ ഏറ്റവും വലിയ ക്രിയേറ്ററായി മാറും എന്നുള്ളത്. ഈ മാസ് യുഫോറിയ അല്ലെങ്കിൽ തിയേറ്ററിനകത്തെ മാസിലേക്ക് ഇത് എൻഗേജഡ് ആവണം, അതേസമയം തന്നെ നമ്മൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് പറയണം എന്നുള്ള നിലയ്ക്കാണോ? എങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ കൂടി കയ്യടി നേടുമ്പോഴാണല്ലോ അതിൻ്റെ സക്സസ് ഉണ്ടാകുന്നത്. ഞാനൊരു മെയിൻ സ്ട്രീം സിനിമയുടെ ആരാധകനാണ്. അപ്പോൾ എനിക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്ത ആൾക്കാർ ഒരു സിനിമ കാണുകയും അതിനെ കൈയടിച്ച് വാട്ടെവർ എങ്ങനെയുള്ള റെസ്പോൺസസ് ഉണ്ടാക്കുന്ന സിനിമകൾ, തിയേറ്റർ മാസ് വ്യൂവിങ്ങിന് അത് ഉണ്ടാക്കുന്ന സിനിമകളെ എനിക്കിഷ്ടമാണ്. ആസ് എ വ്യൂവർ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എഴുതുന്ന സിനിമകളിലും എൻ്റർടൈൻമെൻറ്റിൻ്റെ കോഷ്യൻറ്റിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണില്ല. അപ്പോൾ അത് നമ്മൾ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ബിക്കോസ് ഐ വോണ്ട് മൈ ഫിലിം ടു ബി എൻ്റർടൈനിങ്. വെദർ ഇറ്റ് ഈസ് എൻ്റർടൈനിങ് ഓർ നോട്ട് അത് എൻ്റെ കയ്യിലുള്ളതല്ല. വളരെയധികം എൻ്റർടൈനിങ് ആവണം എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരുപാട് കാര്യങ്ങൾ ആളുകളെ ഒട്ടുമേ എൻ്റർടൈൻ ചെയ്യാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ്, എൻ്റെ എയിം ഹാസ് ഓൾവേസ് ബീൻ ടു ഡു ഫിലിംസ് ദാറ്റ് ഹിറ്റ് ദ മെയിൻ സ്ട്രീം. അല്ലാതെ ഒരു എക്സ്ക്ലൂസീവ് ഓഡിയൻസിന് വേണ്ടി എഴുതിയിട്ടുള്ള സത്യത്തിൽ ഒരു സിനിമ മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ, തീർപ്പാണ്. അത് ഈ പാൻഡമിക് കാരണം അന്ന് OTT വേണ്ടിയാണ് എഴുതിയത്. പേഴ്സണൽ വ്യൂവിങ്ങിൽ കുറച്ചുകൂടെ അപ്പീൽ ചെയ്യുന്നൊരു ഫിലിമാണ് തീർപ്പ്. അത് ഒരു തിയേറ്റർ ഓഡിയൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിനിമയായിരുന്നില്ല. പക്ഷേ സാങ്കത്യവശാൽ അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കേണ്ടി വന്നു. അതൊരു തിയേറ്റർ ഫിലിമായിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ള ചില എന്താ പറയേണ്ട ഓഫ് ടാർഗറ്റ് റിലീസസ് മാറ്റിവെച്ചാൽ മൈ എഫേർട്ട് ഹാസ് ഓൾവേസ് ബീൻ ടു മേക്ക് മെയിൻ സ്ട്രീം മൂവീസ് വിത്ത് കോണ്ടന്റ് ഡ്രിവൺ എൻ്റർടൈനിങ് മൂവീസാണ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ എപ്പോഴും സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിലും സൂപ്പർ സ്റ്റാർസിന് ചില സിനിമകൾ അഡീഷണൽ ടാങ്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർലേറ്റീവ്സിലേക്ക് പ്ലേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന നടനൊപ്പം L എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുന്നത് ലൂസിഫറിനൊപ്പമാണ്. ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ പബ്ലിഷ്ഡ് സ്ക്രിപ്റ്റ് കൂടി വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ എല്ലാ അതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ എന്നുള്ള രീതിയിൽ തന്നെയാണത് എല്ലാം എഴുതിയിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിരുന്നു. നമ്മൾ എമ്പുരാൻ നോക്കിയ സമയത്ത് ഈ L എന്നുള്ളത് പലതരത്തിൽ പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേ ക്രോസിൻ്റെ ആ സീൻ എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മരം കത്തുന്ന സീനിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ക്രീനിൻ്റെ റൈറ്റിലേക്ക് ആ L പ്ലേസ് ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതൊരു റൈറ്റിങ്ങിൽ അതൊരു കൊളാബറേറ്റീവ് എഫേർട്ടിൽ വരുന്നതാണോ? റൈറ്റിങ്ങിൽ അങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ L എന്നുള്ള നിലയ്ക്ക് അതേസമയം L എന്നുള്ളത് മോഹൻലാൽ ആവുകയും L ലൂസിഫർ ആവുന്നതിനും ശേഷം വരുന്ന സീക്വലാണ്. അതിൻ്റെ ഗ്രാൻഡ് തിയേറ്റർ സക്സസിന് ശേഷമുള്ള സീക്വലായിട്ടാണല്ലോ എമ്പുരാൻ വരുന്നത്. ലൂസിഫർ ഈസ് സംതിങ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ഓഫ് us എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഒരു ആൽഫബറ്റിക് സിമ്പിളായി മാറി എന്നുള്ളതേ ഉള്ളൂ ആ തീമിൻ്റെ. അപ്പോൾ ഇത് സ്ക്രിപ്ച്വലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ എല്ലിൻ്റെ ഒരു റെഫറൻസസ് ഇടയ്ക്ക് വരുന്നൊരു രീതി ഇൻകോർപ്പറേറ്റഡ് ആണ് അതിൽ ഓൾറെഡി. ആ ഫ്രാഞ്ചൈസിൻ്റെ ഒരു സ്റ്റൈലൈസേഷൻസിൻ്റെ പാർട്ട് ആണത്. അപ്പോൾ അത് നാച്ചുറലി അതിൻ്റെ ആ ഫ്രാഞ്ചൈസിലും ആ ട്രിലജിയിലും പല സ്ഥലങ്ങളിലും ഈ റിഫ്ലക്റ്റീവായിട്ടുള്ള ലൂസിഫേറിയൻ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മളിൽ ഉള്ളിൽ എത്രത്തോളം ഇപ്പോൾ 999 ഈസ് സപ്പോസ് ടു ബി ദ നമ്പർ ഓഫ് ഗോഡ് ആൻഡ് ദി ഇൻവേഴ്സ് ഈസ് 666. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു വ്യൂ അറ്റ് ഇറ്റ്. നമ്മൾ തലതിരിഞ്ഞാണ് നോക്കുന്നെങ്കിൽ നമുക്ക് 666 കാണുള്ളൂ. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ എ ഡിവൈൻ ദ സെയിം തിങ് വിൽ അപ്പിയർ ആസ് 999. അപ്പോൾ ഇതൊരു ഫ്ലിപ്പിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. സോ വിത്തിൻ അസ് നമ്മുടെ സൊസൈറ്റിയിലും ഈക്വലായിട്ട് നിൽക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഈ കോൺസെപ്റ്റ്, ഈ ബിബ്ലിക്കൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ് ആ ഫ്രാഞ്ചൈസിലുടനീളം ഉള്ളത്. അപ്പോൾ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു സിമ്പിൾ എന്നുള്ള നിലയിൽ ആൽഫബറ്റിക്കലി L finds a place in the narrative.
ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് നോക്കുന്ന സമയത്ത് മെമ്മയറായിട്ടുള്ള സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥകൾ, കവിതകളൊക്കെ എഴുതുന്നുണ്ടല്ലോ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് ഉണ്ട്. അതിൻ്റെ ആലോചന, ഡിസ്കഷൻ, ഇൻ്ററാക്ഷനിലൊക്കെ പിന്നെ ഒരു കോ ക്രിയേറ്റർ കൂടിയായിട്ട് മാറുമല്ലോ. ചിലപ്പോൾ അത് ഷൂട്ടിംഗ് ടൈമിലടക്കം കറക്ഷൻസ്, പിന്നെ ഇംപ്രവൈസേഷൻസ് ഒക്കെ വരുമല്ലോ. പൃഥ്വിയായിട്ടാണ് തുടർച്ചയായിട്ട് കൊളാബറേഷൻ നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് കൊളാബറേഷൻ വർക്ക് ചെയ്യുന്നത്? ഞാൻ അരുൺകുമാർ അരവിന്ദുമായിട്ട് 2 സിനിമ ചെയ്തിട്ടുണ്ട്, രതീഷ് അമ്പാട്ടുമായിട്ട് 2 സിനിമ ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജുമായിട്ടും 2 സിനിമ ചെയ്തിട്ടുണ്ട്. എൻ്റെ റൈറ്റിങ്ങിൻ്റെ സക്സസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇറ്റ് ഹാപ്പൻസ് വെൻ ബോത്ത് me and my director are on the same page regarding the stylization, regarding the theme, regarding the narrative. ഈ ഒരേ സ്ഥലത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ നറേറ്റീവ് ബേസ് ചെയ്തിട്ടാണെങ്കിലും കോണ്ടന്റ് ബേസ് ചെയ്തിട്ടാണെങ്കിലും വി ഷുഡ് ബോത്ത് ബി ഓൺ ദ സെയിം പേജ് എന്ന് പറയുമ്പോഴാണ് ആ സക്സസ് വരുന്നത്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഡീറ്റെയിൽ ചെയ്യാൻ നോക്കാറുണ്ട് ഒരു സ്ക്രീൻ പ്ലേ. അപ്പോൾ ആ ഡീറ്റെയിലിനെയും അതിൻ്റെ ഒരു സോളിനെയും ഏറ്റവും അടുത്തുനിന്ന് സ്വായത്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് എൻ്റെ എല്ലാ ഡയറക്ടേഴ്സും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വാട്ട് വി സീ ആസ് ദ ഔട്ട്പുട്ട് ഈസ് ആ ഒരു കൊളാബറേഷൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാ ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ സൂപ്പർ സ്റ്റാർസ് കൂടിയായിട്ടുള്ള ആളുകൾ, ഇപ്പം മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 വർഷം പിന്നിട്ട 2 സൂപ്പർ സ്റ്റാർസാണ് മോഹൻലാൽ, മമ്മൂട്ടി. ഇവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു സിനിമ എഴുതുന്ന സമയത്ത് അവരുടെ 4 പതിറ്റാണ്ട് 5 പതിറ്റാണ്ടായിട്ടുള്ള അവരുടെ കരിയറിലെ അവരുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ തിയേറ്ററിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള മാസ് ക്യാരക്ടർ, ഇതിന് മുകളിലേക്ക് വരിക, ഒരു ക്യാരക്ടറെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൂസിഫർ വരുന്ന സമയത്ത് ഇപ്പോൾ രാജാവിൻ്റെ മകൻ, ഭൂമിയിലെ രാജാക്കന്മാരടക്കം, നാടുവാഴികളടക്കം മോഹൻലാലിൻ്റെ അതുവരെയുള്ള ചിലപ്പോൾ ഒരു അധോലോക നായകൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻസ് ടേൺഡ് ഈ പറയുന്ന ഹീറോ ആൻറ്റി ഹീറോ എലമെൻ്റുള്ള ക്യാരക്ടർ, ഇതിനോടൊക്കെ വെല്ലും വിധമൊന്നാണ് ഓഡിയൻസും ഫാൻസൊക്കെ തിയേറ്ററിൽ എക്സ്പെക്റ്റ് ചെയ്യുക. ലൂസിഫർ വന്നപ്പോൾ സ്റ്റീഫനെ ആ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് കൂടി ഉണ്ടായിരുന്നു. അവിടെ തന്നെയാണ് മോഹൻലാൽ സിനിമയിലൂടെ പതിഞ്ഞ ഒരു ഡയലോഗ്, നാർക്കോട്ടിക്സ്, ആ ഡയലോഗിനെ ഈ സിനിമയിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇപ്പം റൈറ്റിങ്ങിൽ അതെങ്ങനെയാണ് ആലോചിക്കുന്നത്? ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് തന്നെയാണ് എഴുതുന്നത്, അല്ലെ മാസിലേക്കാണ് വർക്കാവുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് ഈ പ്രോട്ടഗണിസ്റ്റിനെ ആ വിധത്തിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നിടത്ത് അതുവരെയുള്ള വന്നുപോയ സിനിമകളെല്ലാം ഒരു തരത്തിൽ ഭാരമോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമോ ആവുമല്ലോ. അതുണ്ട്. കാരണം ഫാൻ ബേസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെ തരും ഒരു സിനിമയിൽ. ഒരു ആക്ടറിനെ കണ്ടൊരു സ്ക്രീൻ പ്ലേ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ലാലേട്ടനെ പോലൊരു ബിഗ് സ്റ്റാർ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ലൂസിഫറിൽ പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്, അതായത് ട്രിബ്യൂട്ടറി മൊമെൻറ്റ്സ്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഡയലോഗ്സിലൂടെ മാത്രമല്ല, ഡയറക്ടോറിയൽ പ്രസ്റ്റീഷ്യസ് ഉണ്ട്, ഇപ്പോൾ സ്ക്രിപ്ച്വൽ ട്രിബ്യൂട്ട്സ് ഉണ്ട്. പ്രസ്റ്റീജ് എന്നാണ് ആ ഒരു ഇതിന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനത്തെ പ്രസ്റ്റീജ് മൊമെൻറ്റ്സ് ലൂസിഫറിലുണ്ട്. എമ്പുരാനിൽ അതില്ല. എമ്പുരാൻ എന്ന് പറഞ്ഞൊരു മിഡ് പീസ് ആയിരുന്നു. ആ മിഡ് പീസ് എന്ന് പറയുന്നത് സൈഡ് ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പ്ലോറേഷനാണ്. അവരുടെ ബേസ് ഒരു മാർജിനലൈസ്ഡ് സൈക്കിയുടെ എക്സ്പ്ലോറേഷൻ, ആ ഒരു രീതിയിലാണ് അതിനെ ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ സംഭവമില്ല. പക്ഷെ ഫസ്റ്റിൽ ഡെഫിനിറ്റ് ഫാൻ ബേസിൻ്റെ വേണ്ടിയുള്ള പ്രസ്റ്റീജ് മൊമെൻറ്റ്സിനെ റൈറ്റിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡയറക്ടോറിയൽ പ്രസ്റ്റീഷ്യസ് രാജുവിൻ്റെ വശത്തു നിന്നും ഈ ആക്ഷൻ സീൻസിലൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഈ മാസ് സീൻ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയും ലാർജർ ദാൻ ലൈഫ്, അല്ലെങ്കിൽ ഈ പറയുന്ന കന്നഡയ്ക്കൊരു KGF, തെലുങ്കിനൊരു ബാഹുബലി, മലയാളത്തിലൊരു ലൂസിഫർ പോലുള്ള സിനിമ എന്നുള്ള രീതിയിലൊരു ഇതിനൊരു ആ സിനിമകൾക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഗതികളുണ്ടല്ലോ. ഈ മാസ് സിനിമ ഞാൻ ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ ഒരു റൈറ്ററും വ്യൂവറുമായിട്ട് കാണുന്ന സമയത്ത് ഒരു സീക്വൽ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ടഫസ്റ്റ് ഇതെന്താ? ഇപ്പോൾ ആളുകൾ തമാശയ്ക്ക് പറയുന്നൊരു സംഗതിയുണ്ട്, കഴിഞ്ഞതിൽ ഒരു നോർമൽ ഗണ്ണാണ് എടുക്കുന്നതെങ്കിലും അതിനേക്കാൾ വലിയൊരു മോട്ടോർ ഗണ്ണെങ്കിലും വേണം, അടുത്തതിൽ അതിലും, അതായത് ഇതിൻ്റെ ഒരു സ്കെയിൽ, ബിഗ് സ്കെയിൽ എന്ന് ഫീൽ ചെയ്യുന്ന സ്കെയിൽ ഓഫ് ഫീൽ വേണമെന്ന് പറയുമല്ലോ. ഞാൻ സൈസിൻ്റെ ഒരു വലിയ ഫാനല്ല.
സൈസ് ഡസൻ മാറ്റർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോണ്ടന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള സൈസേ ഒരു സിനിമയ്ക്ക് പാടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു ട്രിലജിയാണ്. അത് ആദ്യം സീക്വൽ എന്ന് പറയുന്നത് വൺസ് യു മേക്ക് എ ഫിലിം യു പ്ലാൻ അനദർ ഫിലിം ടു ഗോ ഫോളോയിങ് ഇറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് സീക്വൽ കോൺസെപ്റ്റ്. ഇപ്പോൾ ഇത് ട്രിലജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് എ 3-part ഫ്രാഞ്ചൈസ്. ആൻഡ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 3 parts. തേർഡ് പാർട്ടിൽ പൂർത്തിയാവുള്ളൂ. സീക്വൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമ കമാര സംഭവം, ഞാനും രതീഷ് അമ്പാട് ഡയറക്റ്റ് ചെയ്ത സിനിമ, അതിന് ആക്ച്വലി ദർ വർ 2 parts. പക്ഷേ ഫസ്റ്റ് പാർട്ട് വലിയൊരു കമേഴ്ഷ്യൽ സക്സസ് ആവാത്ത സ്ഥിതിക്കാണ് സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡെട്രിമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ ആദ്യത്തെ പാർട്ട് കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവണം, എന്നാലേ അടുത്ത പാർട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകളുണ്ട് ഈ ഏരിയയിൽ. മുരളിയായിട്ട് ഈ ട്രിബ്യൂട്ടറി ഫാക്ടർ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഇത് ഫ്യൂച്ചർ സമ്മിറ്റിൽ കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു AI വരവും സംഗതിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സിനിമയിലേക്ക് ഇപ്പോൾ മഞ്ഞുമല ലോക പോലത്തെ സിനിമ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മ്യൂസിക്കൽ പാർട്ടിലാണെങ്കിലും ഒരു പഴയതിനെ പുതുതായിട്ട് കൊണ്ടുവരുന്നൊരു സംഗതി, അല്ലെങ്കിൽ നമ്മളുടെ നൊസ്റ്റാൾജിയയുടെ ഒരു ഇൻ്റഗ്രേഷൻ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഓഡിയൻസ് അതിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത്, അതായത് നമ്മളുടെ 80s ഏറ്റവും ബെസ്റ്റിനെ, അന്നത്തെ മാസ്റ്റർ സ്റ്റോറി ടെല്ലേഴ്സിനെ, അല്ലെങ്കിൽ അതിൻ്റെ അന്നത്തെ മാസ്റ്റർ ക്രാഫ്റ്റിനെ പുനരവതരിപ്പിക്കുക, പുതിയ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ട്രെൻഡ് വരുന്നുണ്ട്. ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരുപാട് പേര് സീസൺ റീമേക്ക് ചെയ്യണമെന്ന ആഗ്രഹം പറയുന്നതിന് പിന്നിൽ സീസൺ എന്ന് പറയുന്ന സിനിമയോട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു സമയത്ത് സക്സസ് ആവാത്ത പോയ സിനിമകളായിരിക്കാം പുനരവതരിപ്പിക്കാൻ ആഗ്രഹം. അപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന സാധനം എവിടെയോ ഒരു പൊളിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ അതിനെ അപനിർമ്മിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം ഇനിയുള്ള എഴുത്ത്, ഇനിയുള്ള ആസ്വാദനം, ഇനിയുള്ള സിനിമാ കാഴ്ച എന്നുള്ളതിൽ ഈ പറയുന്ന പുതുക്കിപ്പണിയിലാണോ പൊളിച്ചു പണിയിലാണോ, അല്ലെങ്കിൽ ഒരു എന്ത് തരത്തിലുള്ള മാറ്റമായിരിക്കാം ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത്? ഈ പറഞ്ഞത് ഒരു ട്രെൻഡാണല്ലോ. അതെ. ഞാൻ പേഴ്സണലി റീമേക്സിൻ്റെ ഒരു ഫാൻ അല്ല. കാരണം റീമേക്ക് ചെയ്യുമ്പോൾ ടെക്നോളജിക്കലി നമുക്കൊരു ക്ലാസിക്കിനെ കുറച്ചുകൂടെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒഴിച്ചാൽ ശരിക്കും അതൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ഇറ്റ് ഷോസ് സം കൈൻഡ് ഓഫ് എ ഡിസ്റെസ്പെക്ട് ടുവേർഡ്സ് ദി ഒറിജിനൽ മേക്കേഴ്സ് എന്നുള്ളതാണ്. കാരണം നമ്മൾ പെട്ടെന്നൊരു ജനറേഷനിൽ പുതിയ ഒരു റീമേക്ക് കാണുമ്പോൾ അവർ പറയും നാച്ചുറലി ദ ടെൻഡൻസീസ് ബിക്കോസ് ഇറ്റ് ഈസ് വെൽ മെയ്ഡ്, മറ്റതിനേക്കാൾ നല്ലത് ഇതാണല്ലോ എന്ന് പറയുന്നത് അതിനുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ റീമേക്ക് എന്ന് പറയുന്നത് ഇറ്റ് മേ നോട്ട് ആക്ട് ആസ് എ ട്രിബ്യൂട്ട് ടു ദ ഒറിജിനൽ. So I always want to leave the originals as such. I don't want to remake them myself. But having said that, ഇപ്പോൾ ഈ നൊസ്റ്റാൾജിയ റീവിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് എക്കാലത്തും ഒരു 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 സെയിൽസ് ഓപ്ഷനാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ കേട്ടു മറന്ന അല്ലെങ്കിൽ കണ്ടു മറന്നൊരു കാര്യം നമ്മുടെ മുന്നിൽ വേറൊരു രൂപത്തിൽ അവതരിച്ച് കാണുന്നതും ഒക്കെ കാണുവാനും രസിക്കുവാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ബിക്കോസ് നമ്മൾ ബേസിക്കലി കേരളം എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയ ഒരുപാട് ഫീഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും കൂടെയാണ്. സോ അതൊരു ദാറ്റ്സ് അനദർ വേ ഓഫ് എൻ്റർടൈനിങ് പീപ്പിൾ. ദാറ്റ്സ് ഓൾ. സിനിമയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സിനിമയുടെ കാര്യത്തിൽ ഒരു പൊതുതത്വമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പൊതുതത്വമോ പൊതുബോധമൊക്കെ ആയിട്ട് എവിടെയോ ഉറച്ചു പോയൊരു സാധനമാണ് സിനിമ. ഉറപ്പായും സിനിമ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ദുസ്വാധീനം എന്ന് പറയും. ഇപ്പം ദൃശ്യത്തിന് ശേഷം സമാന സ്വഭാവത്തിൽ നടന്ന എല്ലാ ക്രൈമിനെയും ദൃശ്യം മോഡൽ എന്ന് പറയുന്ന ഒരു മാധ്യമ നിർമ്മിത സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ തന്നെ വയലൻസിൻ്റെ കാര്യത്തിൽ, വയലൻസ് എന്ന് പറയുന്ന സാധനത്തിൽ സമൂഹത്തിലേക്ക് വയലൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ, വയലൻസിൻ്റെ ആധിക്യം ഉണ്ടാക്കുന്നതിൽ സിനിമ സ്വാധീനമായി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ സിനിമയുടെ കാര്യത്തിൽ ഗൺ ഷോട്ടുകളുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതടക്കം എടുത്ത് കുത്തുന്ന രീതിയിലൊക്കെ ഞാൻ വയലൻസിൻ്റെ ഇൻറ്റൻസ് ഇതൊക്കെ കാണാണ്ട്, അല്ലെങ്കിൽ പോയറ്റിക് വയലൻസ് സ്വഭാവത്തിലൊക്കെ വയലൻസിനെ വലിയ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ സമൂഹത്തിലെ വയലൻസ് അല്ലെങ്കിൽ ഹിംസാത്മകതയുടെ ഒരു പ്രധാന കാരണമെന്നോ സ്വാധീനമെന്നോ എന്നുള്ള രീതിയിൽ സിനിമ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു ഒബ്സർവേഷൻ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ മോഡേൺ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ളത് ഒരു സിംഗുലർ ഇവൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ദ ഫസ്റ്റ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ദ കൈൻഡ് ഓഫ് ക്രൂവൽറ്റി ദാറ്റ് വെൻറ്റ് ഇൻ ടു ദാറ്റ് വാർ, പേഴ്സണൽ ലെവലിലും മാസ് ലെവലിലും ഹ്യൂജ് വയലൻസ്
ഉണ്ടാക്കിയിട്ടുള്ള വാറാണത്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള, ഇപ്പോൾ ഇഫ് യു ടേക്ക് ദ കേസ് ഓഫ് മുസോളിനി ഓർ ഹിറ്റ്ലർ ഓർ ജോസഫ് സ്റ്റാലിൻ, മേജറായിട്ടുള്ള വയലൻസ് സയൻസിലൂടെയും ഓർഡേഴ്സിലൂടെയും ഓർഡർ ചെയ്തിട്ടുള്ളവരാണ് അവർ. ഹിറ്റ്ലറിൻ്റെ കാലത്തെ സിനിമ അതിൻ്റെ ശൈശവഘട്ടത്തിലാണ്. ശൈശവഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആണ്. ഒരുപാട് അനക്ഡോട്ടൽ സോഴ്സസ് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ ഫേവറേറ്റ് മൂവി എന്ന് പറയുന്നത് സ്നോ വൈറ്റ് ആൻഡ് ദ 7 ഡ്വാർഫ്സ് എന്നുള്ള സിനിമയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ളത് ഈ സിനിമയാണെന്നാണ് പറയുന്നത്, സ്നോ വൈറ്റ് ആൻഡ് ദ 7 ഡ്വാർഫ്സ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇഷ്ട സിനിമ എന്ന് പറയുന്നത് കിങ് കോങ് ആണെന്ന് പറയും. 1933 ഇറങ്ങിയ കിങ് കോങ്. ഹി യൂസ് ടു വാച്ച് ഇറ്റ് 18 ടൈംസ് എന്ന് പറയും ഇൻ ഹിസ് ഹോം തിയേറ്റർ. ഇതൊക്കെ അനക്ഡോട്ടൽ സോഴ്സസിൽ നിന്നാണ്. മുസോളിനി വാസ് സോ മച്ച് ഇൻ ലവ് വിത്ത് ഹിസ് ഓൺ പ്രോപ്പഗൻഡ ഫിലിംസ് ദാറ്റ് ഹി വാസ് നോട്ട് ദാറ്റ് കീൻ ഓൺ അതർ ഫിലിംസ് എന്ന് മുസോളിനിയെ കുറിച്ചും പറയും. ജോസഫ് സ്റ്റാലിൻ ടാർസൻ ഫിലിംസിൻ്റെ ഫാനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ സിനിമ കണ്ടിട്ടാണോ ഈ വയലൻസ് കാണിച്ചിരിക്കുന്നത്? അപ്പോൾ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. ഇഫ് എ മാൻ വാണ്ട്സ് ടു എക്സിബിറ്റ് ഓർ ഗിവ് വെൻ ടു ഹിസ് വയലൻസ്, അതിന് ഒരു എക്സ്ക്യൂസും ആവശ്യമില്ല. സിനിമ കണ്ടിട്ടാണ് പറയുന്നത്, കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. വയലൻസ് ഹാസ് ഓൾവേസ് ബീൻ ഇൻ ഹ്യൂമൻ DNA. അത് ശരിക്കും എൻ്റെ ഓർമ്മ ലോർഡ് ബൈറൺ ആണോ മാർക്വി ഡീസൈഡ് ആണോ പറഞ്ഞതെന്ന് അറിയില്ല. ഇൻ ദ ഹ്യൂമൻ സോൾ ക്രൂവൽറ്റി ക്രൗച്ചസ് ലൈക്ക് എ ബീസ്റ്റ് ചെയിൻഡ് ബട്ട് ഈഗർ ടു സ്പ്രിങ് എന്നാണ് ആ കോട്ട്. ഇൻ ദ ഹ്യൂമൻ സോൾ ക്രൂവൽറ്റി ക്രൗച്ചസ് ലൈക്ക് എ ബീസ്റ്റ് ചെയിൻഡ് ത്രൂ മെനി സോഷ്യൽ തിങ്സ് ബട്ട് ഈഗർ ടു സ്പ്രിങ് എന്നാണ് ആ കോട്ട്. ഈ കോട്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു 19th century കോട്ടാണ്. അപ്പോൾ അന്ന് അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ ടെൻഡൻസി ഹ്യൂമൻസിനുണ്ട്. അതിന് കല ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാനും പറ്റില്ല. അതൊരു തെറ്റായ ഒബ്സർവേഷനുമാണ്. ആസ് ഐ സെഡ്, ഏറ്റവും വലിയ എന്താ പറയേണ്ടത്, ജനസൈഡ് ഓർഡർ ചെയ്തിട്ടുള്ളവരും ഇൻഡിവിജ്വൽ ക്രൂവൽറ്റി ഏറ്റവും കൂടുതൽ കണ്ണടച്ചിട്ടുള്ളവരും ഒന്നും ശരിക്കും ഈ വയലന്റ് ഫിലിംസിൻ്റെ ആരാധകരായിരുന്നില്ല. അവർ നമ്മൾ പറയുന്ന ഈ ചിൽഡ്രൻസ് ഫിലിംസിൻ്റെ ടാർസൻ, സ്നോ വൈറ്റ് ആൻഡ് ദ 7 ഡ്വാർഫ്സ്, കിങ് കോങ് മുതലായ വെസ്റ്റേൺ, ജോസഫ് സ്റ്റാലിൻ വെസ്റ്റേൺ ഫിലിംസിൻ്റെ വലിയ ആരാധകനായിരുന്നു എന്ന് പറയും. അതായത് ഈ പഴയ ജോൺ വെയിൻ്റെയൊക്കെ ഈ പ്രോട്ടോ വെസ്റ്റേൺ എന്ന് പറയുന്നത് പഴയ വെസ്റ്റേൺസ്, കൗബോയ് ഫിലിംസ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നടന്നിരുന്നവരാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ ഏത് സിനിമയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ എമ്പുരാന് ശേഷം ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷത്തിൽ കൂടുതലായിട്ട് സെൻസർഷിപ്പിനെ കുറിച്ച് ഏറ്റവും കാര്യമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഡിബേറ്റ്, കോൺവെർസേഷൻ, എഴുത്തുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് മുരളി ഗോപി എന്ന് പറയുന്ന ക്രിയേറ്റർ, റൈറ്റർ, ആക്ടർ. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന മുരളി ഗോപി ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ്, അല്ലെങ്കിൽ സെൻസർഷിപ്പിൻ്റെ ഏറ്റവും ഭീകരമായ ഇത് വെട്ടേറ്റിട്ടുള്ളൊരു സിനിമയാണ്. ഇനി എഴുതുമ്പോൾ അതൊരു ആദിയോ ആശങ്കയോ ഭയപ്പാടോ ആയി മാറുമോ? കാരണം L3 എന്നുള്ളത് ട്രിലജിയിലാണ് ഈ ലൂസിഫർ പൂർത്തിയാവുക. ഭയം വന്നാൽ ആ മൊമെൻറ്റിൽ തീരുന്നൊരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി. കഴിയുന്നത്ര സമയം, ഇപ്പം നമുക്ക് അനുവദിക്കപ്പെട്ട സമയം എന്നേ പറയാൻ പറ്റൂ, എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഭയം വന്നു കഴിഞ്ഞാൽ ജോ ഡർ ഗയ സംചോ മർ ഗയ എന്നൊരു ഡയലോഗില്ലേ ഗബ്ബർ സിംഗിൻ്റെ ഷോലയിൽ, അത്രേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. യു ജസ്റ്റ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഓഡിയൻസിൻ്റെ സൈഡിലോട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ ലൈഫിൽ ഒത്തിരി ടെൻഷൻസും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മളൊരു മൂവി കാണാൻ പോകുമ്പോഴത്തേക്കും ചിലർക്ക് ഇഷ്ടം കോമഡി മൂവി ആയിരിക്കാം, ചിലർക്കൊരു ക്രൈം ത്രില്ലർ ആയിരിക്കാം, ചിലർക്കൊരു സെൻറ്റിമെൻ്റൽ മൂവി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മൂവി ആയിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചിലപ്പോൾ സാറിന് മനസ്സിലായി കാണും. അപ്പം നമ്മൾ സാർ എടുത്ത കോൺസെപ്റ്റ് നല്ലതായിരുന്നു, ടിയാൻ എന്ന് പറഞ്ഞ മൂവി. പക്ഷേ ടിയാൻ എന്ന് പറഞ്ഞ മൂവി പലർക്കും പല ആ ഒരു ആംഗിളിൽ വ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല അതിനെക്കുറിച്ച് അപ്പം ആ ഒരു ടിയാൻ എഴുതിയപ്പോൾ സാർ അങ്ങനെ ഓർത്തിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു ലെൻസിലൂടെ, ഇപ്പം ഞാൻ പറഞ്ഞ ലെൻസിലൂടെ നോക്കുമ്പോൾ ആ ടിയാൻ മൂവിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറഞ്ഞത് വളരെ ശരിയാണ്. അത് കുറച്ചൊരു ന്യൂവൻസ്ഡ് ആയിട്ടുള്ള ഒരു റീഡിങ്ങും, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, സനാതന സ്പിരിച്വാലിറ്റി,
അല്ലെങ്കിൽ സനാതന ഹിസ്റ്ററി, ഇതൊക്കെ അറിയുന്ന ഒരാളിന് കുറച്ചുകൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ആണത്. അത് ഒരു മാസ് എൻജോയ്മെൻറ്റിന് പറ്റിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു പരാതിയില്ല. ബിക്കോസ് അത് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാം എന്ന് പറയപ്പെടാവുന്നൊരു സിനിമയല്ല. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഞാൻ സ്വീകരിക്കാറുണ്ട്, അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സ്വീകരിക്കാറുണ്ട്. പക്ഷേ ബിക്കോസ് അത് ഇറ്റ് റൺസ് ദാറ്റ് റിസ്ക് ആ ഫിലിം. Firstly, I'm a fan of your work, sir. And താങ്ക് യു. എൻ്റെ ചോദ്യം ഇതാണ്, ലൈക്ക് ഇൻ യുവർ ഫിലിംസ് ഡു ദ ക്യാരക്ടേഴ്സ് ഡ്രൈവ് ദ സ്റ്റോറി ഓർ ഡസ് ദ പ്ലോട്ട് ഷേപ്പ് ദോസ് ക്യാരക്ടേഴ്സ്? Both. At times, characters do drive the story forward. At other times, it could be the plot which is actually acting as a saucer to carry the characters forward. So it happens both ways. I like your movies, and also I enjoy your acting. Congratulations. Thank you. But although I like your movies, I have some kind of disagreements or some kind of questions to you. Like this is also not only just my personal question. Whenever I watch in YouTube some of the reviews, it's like some criticisms, no? Like okay, Lucifer. Let's take Lucifer. Lucifer, in our traditional understanding, it is something an evil. It's a fallen angel or Iblis. In a movie itself, you are giving a description of the Lucifer. So, evil, അല്ലെങ്കിൽ traditional understanding of evil, are you trying to glorify? Or it is not only that movies. Also, I heard some criticism about Tian, that movie, the character of Prithviraj, the growth of that character, it goes through different state of religious ceremonies. So one criticism came in the social media is that Murli Gopi sir is something to the ulichu kadathan vendi ശ്രമിക്കുന്നു, something like superstitiousness or like ഈ ലൂസിഫറിൻ്റെ ചില വിഷ്വൽസ് ഒക്കെ എടുക്കുകയാണെങ്കിലും എന്താണ് ക്രോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സംതിങ് ഹോളി, നോ? സോ ദ ഫാളിങ് ഡൗൺ ഓൺ ദ ക്രോസ് വിത്ത് ഫയർ ആൻഡ് ഓൾസോ some of the fight scenes, no? The wood, when it flames, appears like a cross. So is there some hidden agenda for you to glorify what is being considered as good as evil? Or ഞാനത് പ്രത്യേകം പറയുന്നില്ല, നമ്മൾ സാറല്ല തുടങ്ങി വെച്ചത്. നമുക്ക് എന്താണ് ഒരു വടക്കം വീരഗാഥ മൂവി എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് MD, അതായത് ചതിയൻ ചന്തു എന്ന വടക്കം പാട്ടുകളിൽ പാടിയിരുന്ന ചതിയൻ ചന്തു എങ്ങനെയാണ് ആ മൂവിയിൽ എന്താണ് ചതിയനല്ല, ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ മാറ്റി MD എഴുതിയത്. അതിൻ്റെ കണ്ടിന്യൂറ്റി ആണോ അതോ ഈ ക്രിറ്റിസിസം വരുന്ന പോലെ മലയാള സിനിമയിൽ ഇല്ലുമിനാറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് പുതിയ തലമുറയെ വഴിതെറ്റിക്കുക, ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ എന്തെങ്കിലും അജണ്ട ഇതിലുണ്ടോ? ഇത് നേരിട്ട് ചോദിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അജണ്ട ഇല്ല. അത് സാർ പേനയും പേപ്പറും കൊണ്ടാണോ അതോ ഡു യൂസ് കമ്പ്യൂട്ടർ, ഡു യു യൂസ് സ്ക്രീൻ പ്ലേ സോഫ്റ്റ്വെയർസ്, ഓർ ആദ്യം പേപ്പറിൽ എഴുതിയിട്ട് പിന്നെ അത് കമ്പ്യൂട്ടറിലേക്ക് മാറിയാണോ, അതോ അതുപോലെ തന്നെ സിനോപ്സിസിലാണോ ആദ്യം പോകുന്നത്, അതോ സീൻ ഓർഡറിലേക്കാണോ പോവുക, എങ്ങനെയാണ് പോകുന്നതെന്നാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു മംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണല്ലോ എല്ലാവരും എഴുതുമ്പോൾ ഉപയോഗിക്കുന്നത്. ഡു യു യൂസ് ലാംഗ്വേജ്, വാട്ട് ലാംഗ്വേജ് യു യൂഷ്വലി പ്രിഫർ ഇൻ ടേംസ് ഓഫ് റൈറ്റിംഗ്? ഞാൻ മലയാളത്തിൽ എഴുതുമ്പോൾ എനിക്ക് പേനയും പേപ്പറും അല്ലാതെ എഴുതാൻ പറ്റില്ല, എനിക്ക് കീബോർഡിൽ അത് വർക്ക് ചെയ്യുകയില്ല. പക്ഷേ ഇംഗ്ലീഷ് ആണെങ്കിൽ എൻ്റെ ജേർണലിസ്റ്റിക് ഒരു 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 പാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ കൂടുതലും കീബോർഡിലാണ് ചെയ്യുക. ഓക്കെ. My process is I write on paper and then I give it to my assistant. He will take printouts.
കീ ഇറ്റ് ഇൻ ആൻഡ് ടേക്ക് പ്രിൻ്റ് ഔട്ട്. അതാണ് എൻ്റെ രീതി. ഓക്കെ, അതുപോലെ ഈ എൻവയോൺമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി സ്പോക്ക് അ ലോട്ട് അബൌട്ട് കുറേ ഡാർക്ക് മാറ്റേഴ്സും അല്ലെ അങ്ങനത്തെ കോൺസെപ്റ്റ്സൊക്കെ സിനിമാറ്റിക് യൂണിവേഴ്സസിൽ വരുന്നത്. സോ അത് ഇറ്റ്സ് ഓൾസോ എ സൈക്കോളജിക്കൽ പ്രോസസ് ദ റൈറ്റർ ഗോസ് ത്രൂ, റൈറ്റ്? സോ വെൻ യു ആസ് യു സെഡ് ദ ഗ്രേ ഷെയ്ഡ്സ് ആൻഡ് എവറിത്തിങ്. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വെൻ യു റൈറ്റ്, വെൻ ദാറ്റ് പ്രോസസ് ആക്ച്വലി ഗോസ് ഓൺ ആൻഡ് യു വിൽ ഹാവ് ടു ഗോ ത്രൂ ഡിഫറെൻറ്റ് ക്യാരക്ടർ ഷെയ്ഡ്സ്, does it really affect your psychological level or? Yeah, it does. Because ഒരു റൈറ്റർ, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റർ വെൻ ഹി റൈറ്റ്സ്, അത് ഒരു തരം there is a performance that is happening within him. As you write characters, as you write their lines, there is a kind of transmigration happening within. എന്തായാലും നമുക്കൊരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഒരു ക്യാരക്ടറിനെ ആവാഹിച്ച്, അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട, ഒരു ക്യാരക്ടറിനെ യു ഹാവ് ടു പെർസോണിഫൈ ദാറ്റ് ക്യാരക്ടർ ടു റൈറ്റ് ഹിസ് ലൈൻസ്. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. ക്രിയേറ്റിവിറ്റി ഇൻവോൾവ് സർട്ടൺ കൈൻഡ് ഓഫ് മാഡ്നസ്. അപ്പോൾ വിത്തൗട്ട് ദാറ്റ് മാഡ്നസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബി എ റൈറ്റർ ഓർ എൻ ആക്ടർ ഫോർ ദാറ്റ് മാറ്റർ. കാരണം സൈക്കോളജി ഇൻവോൾവ് ആണ്. Okay. അപ്പോൾ യു ഹാവ് ടു ഹാവ് സർട്ടൺ എന്താ പറയണ്ട, ഒരു ഗ്യാപ്സ് ബിറ്റ്വീൻ റൈറ്റിങ്സ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടു ജസ്റ്റ് ബീൻ. Okay, so you usually go for a solo space and എനിക്ക് മ്യൂസിക്, പിന്നെ യാത്രകൾ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. okay. And the final piece of my question is like from early times when you started writing, so did you absorb a lot of content through books or അതുപോലെ തന്നെ ഒരു ടി വി അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് അതാണോ കൂടുതൽ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്തത്, അതോ റീഡിംഗ് ആണോ കൂടുതൽ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്തത്? എവറിഥിങ്. കാരണം നമ്മൾ അബ്സോർപ്ഷൻ ഈസ് നോട്ട് എ കോൺഷ്യസ് പ്രോസസ്. യു ഡു ഇറ്റ് സബ്കോൺഷ്യസ്ലി. അപ്പോൾ ദർ ഈസ് നോ നീഡ് ടു ലുക്ക്, യു ജസ്റ്റ് കീപ്പ് ഒബ്സർവിങ് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്ത് ഐ ഹാവ് ടു റീഡ് ദാറ്റ്, ഐ ഹാവ് ടു പിക്ക് ദിസ് ഫിലിം അപ്പ്, ഐ ഹാവ് ടു സീ ഇറ്റ്. അങ്ങനൊരു നിർബന്ധം എനിക്കില്ല. എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാം ഞാൻ വായിക്കാറുണ്ട്, എല്ലാം കാണാറുമുണ്ട്. പിന്നെ പുസ്തകം വായിക്കുന്നത് പോലെയും സിനിമ കാണുന്നത് പോലെയും ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിന് വായിക്കുകയും ജീവിതം കാണുകയും എന്നുള്ളത്. അപ്പോൾ അതിനും നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി ജീവിതം കാണാം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റും നമ്മൾ കാണാതെ പോകുന്ന ഓരോ നിമിഷവും നമ്മൾ മിസ് ചെയ്ത് പോകുന്ന ആയിരക്കണക്കിന് ആസ്പെക്ട്സ് ഉണ്ട് ലൈഫിൽ. ജസ്റ്റ് കീപ് യുവർ ഐസ് ഓപ്പൺ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ചോദ്യം, ദി അതർ സൈഡ് ഓഫ് യുവർ വർക്ക് ആസ് എൻ ആക്ടർ. I don't see a lot of work coming out of you as an actor. Is it സമയം കിട്ടാത്തതുകൊണ്ടാണോ, or do you not enjoy being an actor as much as being a writer? I do enjoy it. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ എഴുതാനായിട്ടിരിക്കുമ്പോൾ അത് എൻ്റെ എഴുത്ത് കഴിഞ്ഞ് അത് ഡയറക്ടറുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സിൽ കൂടെ നിന്ന് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും കൂടെ നിന്നിട്ടേ എനിക്ക് സമാധാനമാവും ഇറങ്ങി വരാൻ. അപ്പോൾ അതുള്ളത് കൊണ്ട് ഒരുപാട് ഗ്യാപ്സ് ഉണ്ടാവാറുണ്ട് ആക്ട് ചെയ്യുന്നതിൽ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ടൈം ഐ സ്പെൻഡ് ടുവേർഡ്സ് മൈ റൈറ്റിംഗ്. സോ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ കനോട്ട് റെസിസ്റ്റ്, ബട്ട് ഇറ്റ് ഡസ് ക്രിയേറ്റ് എ ഡെൻറ്റ് ആൻഡ് ബിഗ് ഗ്യാപ്സ് ബിറ്റ്വീൻ മൈ ആക്ടിങ് അസൈൻമെൻറ്റ്സ്. അത് ഞാൻ ഇപ്പോൾ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. My question is like Robert De Niro or Anthony Hopkins in the movies we watch. It's like sometimes more than anything is the facial expression we watch the most. I mean, as far as I'm concerned, I do that. Now, certain movies of yours, in specific, there are different emotions you carry. I mean, I don't know. People have watched different scenes, like, I mean, your, expression. So is there anyone in particular that you follow or get inspired or got inspired? For playing that character or generally? General. അങ്ങനെയില്ല. ആക്ടിംഗ് എന്ന് പറയുന്നത് യു ഹാവ് ടു, മൈ പ്രോസസ് ഈസ് ഐ റീഡ് ദ സ്ക്രിപ്റ്റ് വിത്ത് മൈ ഹോൾ ഹാർട്ട് ആൻഡ് സോൾ ആൻഡ് ഐ ടോക്ക് ടു ദ റൈറ്റേഴ്സ്. പിന്നെ ഡയറക്ടറുമായിട്ട് സംസാരിക്കുക, ഹൗ ദേ ആർ ഗോയിങ് ടു ക്യാപ്ചർ ദിസ്. അണ്ടർസ്റ്റാൻഡിങ് ഈസ് എവറിത്തിങ് ഇസ് ഇൻ ആക്ടിംഗ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യു ഹാവ് ടു സാക്രിഫൈസ് യുവർ സെൽഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്യാരക്ടർ ഈസ് അബൌട്ട് ആൻഡ് യു ട്രൈ ആൻഡ് ഫീൽ ഹിം ഫ്രം വിത്തിൻ ആൻഡ് ദെൻ ഗിവ് ആൻ എക്സ്പ്രഷൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ ഫിസിക്കാലിറ്റി, നമ്മുടെ മൈൻഡ് ആൻഡ് അവർ സോൾ, അതിനെ നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ when you write, you're actually acting on paper. And when you act, you're actually writing with your soul, body,
physicality, mind. That's the difference. There is none, right? No one in specific. ഇൻസ്പയറിങ് ആക്ടേഴ്സ് ആണോ? ഡെഫിനറ്റ്ലി ഒരുപാട് പേരുണ്ട്. അവരുടെ ഇപ്പോൾ അച്ഛൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറാണ്. എൻ്റെ അച്ഛൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറാണ്. പിന്നെ ദർ ആർ മെനി അതർ ആക്ടേഴ്സ്. ഇപ്പോൾ ഐ ലൈക്ക് ഡാനിയൽ ഡേ ലൂയിസ്. ഐ ലവ് വാച്ചിങ് ഹിസ് പെർഫോമൻസസ്. പിന്നെ സ്റ്റാർസിൽ അമിതാഭ് ബച്ചൻ. ഐ ലവ് ഹിസ് പെർഫോമൻസ്, ദ വേ ഹി ക്യാപ്ചേഴ്സ് ഹിസ് സ്ക്രീൻ സ്പേസ്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എവറി ആക്ടർ ഹു ഡസ് ഹിസ് റോൾ വെൽ ഈസ് മൈ ഫേവറേറ്റ് ആക്ടർ. സാറിൻ്റെ സ്ക്രീൻ പ്ലേസിൽ പൊതുവെ രസികനിലായാലും പട്ടാഭിരാമഗിരി ടിയാനിലായാലും യു സീ എ ലോട്ട് ഓഫ് റിലക്റ്റൻറ്റ് പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ദെൻ ദർ ഇസ് എൻ ഇവൻറ്റ് ദാറ്റ് കോൾസ് ദം ഇൻ ടു ആക്ഷൻ ഓർ മേ ബി എ ക്യാരക്ടർ കംസ് ആൻഡ് കോൾസ് ദം ഇൻ ടു ആക്ഷൻ. ലൂസിഫറിലും ഇതേ പാറ്റേൺ ഉണ്ട്. ബട്ട് കമ്മാര സംഭവത്തിലോ അല്ലെങ്കിൽ ലെഫ്റ്റിലോ ഇത് ഒരു ആക്റ്റീവ് പാറ്റേൺ ആയിട്ടില്ല. സോ ഹൗ ഡു യു ഡിസൈഡ് ഓൺ ദാറ്റ്? ലൈക്ക് ഐ വാണ്ട് ടു ഡു ദിസ്. ഐ ഡോണ്ട് ഡിസൈഡ്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഇറ്റ് ഈസ് ദ തീം, ദ നറേറ്റീവ് ദാറ്റ് ഡിസൈഡ്സ് വാട്ട് ഐ ഷുഡ് ഡു. ദർ ഇസ് നോ കോൺഷ്യസ് ഡിസിഷൻ ഓൺ മൈ പാർട്ട് ആസ് ടു വാട്ട് ഐ ഹാവ് ടു ഡു എന്ന് പറയുന്നത്. അതൊരു ഡിസൈൻ അല്ല വർക്ക് ചെയ്യുന്നത്, ഇതൊരു സ്പോണ്ടേനിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്. കമാര സംഭവവും ലെഫ്റ്റിൻ്റെയും ഒരു പ്രിമൈസും നറേറ്റീവ് പാറ്റേൺസും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടിയാനിലും ഈ പറഞ്ഞ പോലെ ലൂസിഫറിലും ഒരു ഡിസൈനുണ്ട്. അത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഡിസൈനാണ്. ഐ ജസ്റ്റ് ഫോളോ ദ ഡിസൈൻസ്, അത്രേ ഉള്ളൂ. So I wanted to ask, while you name your characters, is there any hidden reason behind it, like പേര് ചൂസ് ചെയ്യുമ്പോൾ, or it's just random? പേര് ചൂസ് ചെയ്യുമ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ characters. ചില സമയത്ത് ഇൻസ്പയർഡ് ആയിട്ട് നോമൻക്ലേച്ചർ ഡിസൈഡ് ചെയ്യാറുണ്ട്. ചില സമയത്തില്ല. അതിനൊരു റൂളില്ല. നമ്മൾ അങ്ങനെ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ട് ചില സമയത്ത് അത് തോന്നാറുണ്ട്. ചില പേരുകൾ അപ്പീൽ ചെയ്യും, ചില ക്യാരക്ടേഴ്സിന് ചില സൗണ്ടിങ്സ് നന്നാവും തോന്നും. ഇപ്പോൾ ബോബി എന്ന് പറയുന്ന ക്യാരക്ടറിന് എനിക്ക് അങ്ങനെ ഒരു പേര് വന്ന ഒരു പേരാണ്. അപ്പം അങ്ങനെ ചില ക്യാരക്ടേഴ്സിനുണ്ട്. കമ്മാരൻ, പട്ടാഭിരാമഗിരി, സൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്യാരക്ടേഴ്സിനുണ്ട്. ഒരു മുരളി ഗോപി ഫിലിമിൻ്റെ ഒരു USP എന്ന് പറയുന്നത് അതിൻ്റെ ടാഗ് ലൈനാണ്. യു ഗിവ് എ ടാഗ് ലൈൻ ടു യുവർ ടൈറ്റിൽസ് അതിൻ്റെ താഴെ. സോ ഹൗ ഡു യു ഗെറ്റ് ഓൺ ടു ദാറ്റ്? ലൈക്ക് ഇറ്റ് സൂട്ട്സ് ദ പ്ലോട്ട് ഓഫ് ദ ഫിലിം കറക്റ്റ്ലി ആൻഡ് ഇറ്റ് സമ്മറൈസസ് ഇറ്റ്. ലൈക്ക് ഹൗ ഡു യു ഡിസ്കവർ ദാറ്റ്, സർ? അല്ല, അതൊരു സെക്കൻഡ് ലൈൻ ഓഫ് എക്സ്പ്ലനേഷൻ ആണ് ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് കംസ് നാച്ചുറലി. പിന്നെ എനിക്ക് കോട്ട്സ് കൊടുക്കുന്ന ഇഷ്ടമാണ്. അതാണോ ഉദ്ദേശിച്ചത്, ക്യാപ്ഷൻ ഉദ്ദേശിച്ചത്? സർ അതെ, പോസ്റ്റേഴ്സിൻ്റെ താഴെ ആയാലും എല്ലാ ഫിലിം പോസ്റ്റേഴ്സിന് താഴെയുള്ളത് ക്യാപ്ഷനാണ്. ഞാൻ സിനിമകളുടെ മുമ്പിൽ ഒരു കോട്ട് ഉപയോഗിക്കാറുണ്ട് എപ്പോഴും. അത് ഡയറക്റ്റീവ് കോട്ടാണ്. ഇറ്റ് ആക്ട്സ് ആസ് എ സൈൻ ബോർഡ് ടു വാട്ട് യു കൻ എക്സ്പെക്ട് തീമാറ്റിക്കലി. ക്യാപ്ഷൻസും ഈ പറയുന്ന പോലെ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് എക്സ്പ്ലനേഷൻ ആണ് ആസ് ടു വാട്ട് എ ഫിലിം ഈസ് അബൌട്ട്. ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ഇംപ്രസീവ് ആസ് പോസിബിൾ, ആസ് ക്ലോസ് ടു ദ തീം ആസ് പോസിബിൾ. സാറിൻ്റെ മൂവീസിലെ സോങ്സിൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. സോ ഇഫ് യു കുഡ് സിംഗ് എംപുരാൻ ഹിയർ, ദാറ്റ് വിൽ ബി നൈസ്. താരേ തീയെ നെഞ്ചിൽ കത്തും കാവൽ നാളമേ, ഈയാളും കാറ്റിൻ കണ്ണിൽ വാഴും മായാമന്ത്രമേ, മാരിപ്പേയെ കാണാക്കരയെ ആഴിത്തിര നീയേ, ഈ ഇരുളിൻ വാനിൽ നീറും നീ രാസൂര്യനേ, എതിരിയായിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു വാഴ്ത്തുന്നു കാക്കുന്നു താരാധിപന്മാർ നിന്നെ, എംപുരാനേ എംപുരാനേ എംപുരാനേ